എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു ആലോചിച്ചു കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊന്ന് ആലോചിക്കാം. നിങ്ങൾ എല്ലാവരും ഒരുപാട് നല്ല മനുഷ്യരാണ് അല്ലെ? എസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ മറുപടിയും കിട്ടുന്നൊക്കെ. നിങ്ങൾ എല്ലാവരും ഒരുപാട് നല്ല മനുഷ്യരാണ് എന്ന് ഞാൻ പറയുന്നു. എന്നാൽ അടുത്ത വരിയും കൂടി കേട്ട് ടെസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. ക്വിക്കാണ് സംഭവം, ഒന്ന് രണ്ടായിട്ട് ടെക്സ്റ്റ് എന്നിട്ട് റെഡിയിലേക്കേ പോകുള്ളൂ. എല്ലാവരും നല്ല മനുഷ്യരാണ് എന്നുള്ളത് അംഗീകരിക്കുന്ന എസ് ടൈപ്പ് ചെയ്യും. പോരട്ടെ പോരട്ടെ, കമാൺ കമാൺ, നല്ല ഫാസ്റ്റ് ആയിട്ട്. അടുത്ത കാര്യം കേൾക്കുമ്പോൾ അയ്യോടാ എന്നാവരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനം നിങ്ങൾ ഇത് ഇവിടെ നിങ്ങൾ ചില സത്യം ഞാൻ പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോരുത്. അതുകൊണ്ട് പൊങ്കാല ഇടാനൊന്നും ആരും വരണ്ട. ഇത് ആദ്യമേ പറയും, കുറച്ച് ഈ ക്ലാസ് കുറച്ചൊരു പൊങ്കാലയാണ് ചിലവർക്കെങ്കിലും എന്ന് ആദ്യം മുൻകൂറായിട്ട് ജാമ്യം എടുത്തളെ ആരും അവസാനം ഇത് പറഞ്ഞു കേൾക്കും. ഓക്കെ, എല്ലാവരും നല്ല മനുഷ്യരാണ്. നോ എന്ന് പറഞ്ഞ ആരും ഉണ്ടോ? ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. എന്നാൽ അടുത്ത വരി കേട്ടോളൂ. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഈ ഒറ്റ സാധനമാണ്. നിങ്ങൾ നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഇപ്പോ എന്തായാലും അംഗീകരിച്ചോളൂ, വേറെ വഴിയില്ല. ഇത് തന്നെയാണ് നിങ്ങൾ പ്രശ്നത്തിൽ എത്തിച്ചിട്ടില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും ഓവർ തിങ്ക് ചെയ്യുന്നവരാണ് അല്ലെ? ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയാം ഉണ്ടായിരുന്നവരാണ്, ഇപ്പൊ ഇല്ലെങ്കിലും അല്ലെ? ഓവർ തിങ്ക് ഉള്ളവരാണ്, ഉണ്ടായിരുന്നവരാണ് അല്ലെ? യെസ് ഓർ ടൈപ്പ് ചെയ്ത് പോട്ടെ. ഇല്ല, കുഴി ഒഴിപ്പിക്കില്ല. ഇത് നോർമൽ ആയിട്ടുള്ളതാണ്. നിങ്ങൾ പേടിക്കണ്ട, ടൈപ്പ് ചെയ്യാൻ പേടിക്കണ്ട, ടൈപ്പ് ചെയ്തോളൂ. യെസ് 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 ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാത്തത്. സ്റ്റക്കായി നിൽക്കുന്നതിന് പ്രധാന കാരണം ഈ ഓവർ തിങ്കിങ് ആണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഞാൻ ഒരു 2 മിനിറ്റിൽ പറഞ്ഞു തന്നു. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതി വെച്ചോളൂ. രണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ? എല്ലാവർക്കും വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ സെയിം അവസ്ഥയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്യങ്ങൾ വലുതാണ്, ഒരു മാറ്റവും ഇല്ല. ഇത് സത്യമല്ലേ? എന്നാൽ കേൾക്കുക, ഇത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ കുറവ് ആണോ അല്ലയോ? ഭാഗ്യത്തിന്റെ കുറവാണെന്ന് പറയുന്നവർ എസ് എന്ന് ടൈപ്പ് ചെയ്യും. മാറാത്തത് എന്റെ ഭാഗ്യത്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ അല്ല. ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ലതാ സരസ്വതി ആലോചിക്കും, ഇതിൽ എന്താണ് ഇരിക്കണ സംഭവം, എവിടെയാണ് കണ്ണടച്ച് അതൊന്ന് ആ മനസ്സിൽ അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. അത് ആലോചിച്ച് വലിയതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? ആ, നോ ആണ് എല്ലാവരും. ആ, ഭാഗ്യത്തിന്റെ ഭാഗ്യത്തിന് കുറവല്ലേ? നിങ്ങൾ നല്ല മനുഷ്യരാണ്, നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഇല്ല, വലിയ ലക്ഷ്യങ്ങളുണ്ട്, പിന്നെന്താ മാറ്റം ഉണ്ടാവാത്തത്? എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. വേറെ എന്താ ഉള്ളത്? ഭാഗ്യമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ റെഡിയാണ് അല്ലേ? മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത് എന്ന് ബാക്കിയുള്ള സമയം മനസ്സിലാവാം. നമുക്ക് 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സ് ചെയ്യുന്ന 3 കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഭാഗ്യം തന്നെ ഇല്ലാതായി പോകുന്നത്. ഭാഗ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നതിന്റെ പ്രധാന കാരണം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഉള്ള ഭാഗ്യവും ഇല്ലായ്മ ചെയ്യുന്ന 3 സത്യങ്ങളെ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ, കൂടുതൽ പറയുന്നില്ല. മൂന്നാമത്തെ കൂടുതലുണ്ട്. ഇന്ന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മൈൻഡിന്റെ ആ സ്വിച്ച് അങ്ങ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രതിവിധി ഞാൻ ഇവിടെ കൊണ്ടുതരും. അതുകൊണ്ട് എല്ലാവരും ആലോചിച്ചോളൂ. നിങ്ങളുടെ ഏതോ ഒരു സ്വിച്ച് എടുത്ത് മാറ്റാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കണ. അയ്യോ സാറേ, ഈ ക്ലാസ്സിന് മുമ്പേ ആ സ്വിച്ച് ഉണ്ടായിരുന്നു, അതിവിടെ കളഞ്ഞു പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വിച്ച് പോവുക തന്നെ ചെയ്യും. കിളി പോയി എന്നൊക്കെ പറയില്ലേ? ഞാൻ കിളി എന്നുള്ള സ്വിച്ച് ഒന്ന് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ കിളി പോകണം. പോയിരിക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ഒരുപാട് ശ്രമങ്ങളുണ്ട്, ഫലം കിട്ടുന്നില്ല. പ്രയത്നമുണ്ട്, മനസ്സിൽ ശാന്തിയില്ല. പണമുണ്ട്, ബന്ധമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ ഇൻകംപ്ലീറ്റഡ് ആയിട്ട് മാത്രമാണ് അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാഗ്യത്തിന്റെ പ്രശ്നമല്ല, മനസ്സ് ചെയ്യുന്ന 3 വലിയ തെറ്റുകളുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവ കേട്ട അതായത് പറഞ്ഞ്, ഇത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത വരും. ഇതല്ലല്ലോ എന്റെ വിഷയം എന്ന് പറയും. ഓർക്കുക, വേദന ഉണ്ടാകുന്നത് സത്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോഴാണ്
എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സത്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ആർക്കെങ്കിലും ഇത് കഴിഞ്ഞ് വരുമ്പോൾ വേദന അനുഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അവനവന്റെ ചിന്തകളെ ഒന്ന് തൊട്ട് കാണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ അവനവന്റെ ചിന്താഗതികളെ ഞാനൊന്ന് തൊട്ട് കാണിച്ചു, ഞാൻ തൊട്ടിട്ടുമല്ല, തൊട്ട് കാണിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ. ബാക്കി നിങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് തീർച്ചയായും തിരിച്ചറിയാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ കിടക്കാം. കമോൺ കമോൺ കമോൺ, റെഡി ആയിക്കോട്ടെ എല്ലാവരും പെട്ടെന്ന്. ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. ഇപ്പൊ ഇത്രയും പറഞ്ഞ പിന്നെ ഹാപ്പി ഇല്ലാതായിപ്പോണ്ട, ഹാപ്പി ഇരിക്കട്ടെ, കൊണ്ടുപോവാ. ഇത്രയും പറഞ്ഞപ്പോ ഹാപ്പി പോയല്ലോ എന്നുള്ളത് വേണ്ട, ഹാപ്പി വരട്ടെ. ആ യെസ്, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി വരട്ടെ. യെസ് 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 യെസ്. സമീപനം നമ്മൾ പെട്ടെന്ന് പറയാം. കാരണം യൂട്യൂബില് ക്ലാസ്സിന്റെ ലെങ്ത് കുറക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷൻ, കുറച്ച് പലതും ഫാസ്റ്റ് ആക്കേണ്ടി വരും. ഓക്കെ, ഒന്നാമത്തെ തെറ്റ് എന്താണെന്ന് എഴുതി വെച്ചോളൂ. ഒന്നാമതായി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ്. ജേണി ടു ഹാപ്പിനെസ് കഴിഞ്ഞു പോയവര് പിന്നെ ആ തെറ്റ് ആവർത്തിക്കുന്നില്ല. നേരത്തെ പത്മിനി മാം അതേ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന്റെ മറ്റൊരു രൂപമാണ് ഈ പറഞ്ഞത്. എല്ലാവരും നമ്മൾ ചെയ്ത്, ഞാനും നിങ്ങളും അടക്കം ചെയ്തു. ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, ഒട്ടും ചെയ്യുന്നില്ല. നിങ്ങളടക്കം ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാറ്റുക. ഒന്നാമത്തെ തെറ്റ്, എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? അത് എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണോ? അല്ലേ? നിങ്ങൾ എല്ലാവരും ആണല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? ബാല്യകാലം മുതൽ നമ്മൾ പഠിച്ചു വന്ന ഒരു വലിയൊരു വിഷമാണിത്. നല്ല മനുഷ്യനാകണം, എല്ലാവരെയും മനസ്സിലാക്കണം, ത്യാഗം സഹിക്കണം, അല്ലേ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ? പക്ഷെ ഇതിന്റെ മറുവശം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞതിന്റെ മറുവശം എന്താണെന്ന് അതാരും ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞതിന്റെ മറ്റൊരു അർത്ഥമാണ്, എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കണം, എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്നിലും കൂടുതൽ അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോലെ. നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നില്ലേ, ഭാര്യ കല്യാണം കഴിച്ചു പോലെ ആ വീട്ടിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം, ആ വീട്ടിലങ്ങ് ഒത്തുപൊക്കോളണം, വേറെ വഴികളില്ല. എന്താവശ്യമുണ്ടോ അഡ്ജസ്റ്റ് ചെയ്യണം. മറ്റൊരു കാര്യമാണ്, മറ്റുള്ളവരെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. നമ്മുടേത് ലീസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ കാര്യം അവസാനം. അമ്മമാരങ്ങ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ വിഷയമാണ് വീട്ടിലെല്ലാവരും ലളിതമായ ഉദാഹരണം പറയാം. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം പ്ലേറ്റിൽ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ മാത്രം കഴിച്ചിട്ട് സംതൃപ്തി അടയില്ലേ? സംതൃപ്തി അടയുന്ന അവസ്ഥയില്ലേ? പക്ഷെ ഇന്ന് കുറെയൊക്കെ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ കാര്യത്തിന് ലാസ്റ്റ് പ്രിയോറിറ്റി മാത്രമേ ഉള്ളൂ. മക്കളുടെ, ഭർത്താവിന്റെ, അവരുടെ, വീട്ടുകാരുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കാര്യത്തെ പറ്റി നിൽക്കുന്നത്. നമ്മളൊന്ന് കുളിക്കുന്നത് പോലും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം ഉറങ്ങാൻ പോകുന്ന സമയത്ത് മാത്രം ഒരു കുളി പോലെ, അത് ഞാൻ കുളി ഒന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത്രയും ലീസ്റ്റ് പ്രിയോറിറ്റി. കാരണം ഈ പഠിപ്പിച്ചു വെച്ച ആ തെറ്റായ ധാരണയുടെ വിഷയമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും ഈ ഇരിക്കുന്ന 150 പേരിലുണ്ടോ? ഇതുവരെയുള്ള ലൈഫിൽ, ഈ 50 വർഷത്തെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരാളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞ് യെസ്, ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു എന്ന്? ഞാനല്ല കേട്ടോ, എന്റെ കാര്യം പറയാം, ഞാനല്ല. അതുകൊണ്ട് എനിക്ക് 100% പറയും, ഞാൻ എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടേ പറ്റുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും സന്തോഷിപ്പിക്കും. ഇത്രയും 45, 50, 55, 60 വയസ്സ് വരെയൊക്കെ ഉള്ളവരാണ് ഇവിടെയുള്ളത്. 40 മുതൽ അങ്ങോട്ട് കൂട്ടി കുറച്ചും കൂടി. അപ്പൊ ഇത്രയും വർഷത്തെ ജീവിതം വെറുതെ ആയി എന്നല്ലേ എന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചു, ഇതുവരെ അത് നടന്നില്ലെങ്കിൽ ഇത്രയും വർഷത്തെ ജീവിതം വേസ്റ്റ് ആയിപ്പോയി എന്നല്ലേ, പാഴായിപ്പോയി എന്നല്ലേ എന്റെ അർത്ഥം. അത് വേണോ? ആണോ തെറ്റ്? ആ ചിന്താഗതിയാണോ തെറ്റ്? അല്ല നമ്മുടെ ജീവിതമാണോ തെറ്റ്? ചിന്തിച്ചു നോക്കണേ, എവിടെയാണ് പാളിയതെന്ന്. എല്ലാത്തിനേക്കാൾ എന്റെ കാര്യങ്ങൾക്ക് ഒന്നും പരിഗണന കൊടുത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ നമ്മൾ പരിഗണന കൊടുത്തു. ഇല്ല, പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത കുറ്റബോധം.
അലട്ടിയിട്ടില്ലേ നിങ്ങളെ? അലട്ടിക്കൊണ്ടേയിരിക്കുന്നില്ലേ നിങ്ങളെ? നോ പറയാൻ അറിയില്ല. എന്താണ്? അർദ്ധരാത്രി വീട്ടിൽ മകൻ കയറി വന്നാലും എന്തുകൊണ്ട് നീ അർദ്ധരാത്രി വന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം അമ്മയ്ക്കില്ലാതെ. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഞാൻ ഇതല്ല ശരിക്കും പറയേണ്ടത്, എനിക്കറിയാം ഏതാണ് നിങ്ങൾ നോ പറയാത്തതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒന്നിനോട് നോ പറയാൻ പറ്റില്ല. മറ്റുള്ളവർ ഏത് സമയത്ത് വെച്ചാൽ നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. 3 മണിക്ക് വരെ പണിയെടുത്തിട്ട് കിടന്നുറങ്ങിയ അമ്മ 4:30 മണിക്ക് എഴുന്നേറ്റിട്ട് മക്കൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. 1.5 മണിക്കൂർ ഉറക്കം. ശരിയാണോ? അപ്പൊ ഇതൊരിക്കൽ നല്ല മനസ്സാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാവരും ടൈപ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു നല്ല മനസ്സിന്റെ, നല്ലൊരു ജീവിതത്തിന്റെ ഉദാഹരണമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എവിടെയാണ് പാളിച്ച പറ്റിയത്? ഒന്നാമത്തെ തത്വം, എല്ലാവരും സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന തത്വം ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾ തന്നെ തീരുമാനിക്കും. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞു. പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഓൾറെഡി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ. ഇതൊരു നല്ല മനസ്സാണെന്ന് ആദ്യം ചോദിക്കരുത്. ഇതിന്റെ പേര് സെൽഫ് ഡിസ്ട്രാക്ഷൻ പ്രോഗ്രാമിംഗ് എന്നാണ്. അവനവനെ തന്നെ തകർക്കുന്ന, അവനവന്റെ ജീവിതത്തെ തകർക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡാണിത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ട്രാക്ഷൻ പ്രോഗ്രാമിംഗ് എന്ന് പറയും. അത്രയും അബദ്ധമുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ലോകം നമ്മളെ ബഹുമാനിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണോ, സഹായിച്ചത് കണ്ടിട്ടാണോ, അവനവൻ സന്തോഷവാനായിരിക്കുന്നവരെയാണോ ലോകം ബഹുമാനിക്കുന്നത്? മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മാത്രം നടക്കുന്നയാളെ ലോകം എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട്? ലോകം കാണുന്നുണ്ടോ? ഓ, നല്ല മനുഷ്യനാണ്. എപ്പോഴാണ് നല്ല മനുഷ്യനെന്ന് കാണുന്നത്? അവനെ കൂടി പരിഗണിക്കുമ്പോൾ മാത്രമേ അവൻ നല്ല മനുഷ്യനാകുന്നുള്ളൂ. അല്ലാത്തടത്തോളം ഇല്ല. എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഉത്തരത്തിൽ നിങ്ങൾ നിങ്ങളെ എത്ര ബഹുമാനിക്കുന്നു എന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. കാരണം ഞാൻ തന്നെ എന്റെ ഉദാഹരണം പറയാം. നിങ്ങൾ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അത്ര തന്നെ ഞാൻ എന്നെ ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ എന്നെ ബഹുമാനിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ എല്ലാവരും എന്നെ ബഹുമാനിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് ഓരോ ആൾക്കും പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നെ ബഹുമാനക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് നിങ്ങളിൽ നിന്ന് അതേ ബഹുമാനക്കുറവുണ്ട്. ഒരു ഡൗട്ടും വേണ്ട. ഞാൻ ഓരോ പാട്ടായിട്ട് എഴുതി തരാം. ഇന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് ലോകത്തിന് ബഹുമാനമുണ്ട്, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് ലോകത്തിന് ബഹുമാനമില്ല. എനിക്കറിയാം. കാരണം ആ കാര്യത്തിൽ ഞാൻ എന്നെ ബഹുമാനിക്കുന്നില്ല. അത് നിങ്ങൾ എല്ലാവരും ചെയ്തു. അത് ഞാൻ പറയില്ല ഇവിടെ. പറഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ വീക്ക്നെസ് കിട്ടും അല്ലേ? അതുകൊണ്ട് അത് പറയില്ല. അങ്ങനെ ഉണ്ട് സംഭവം. ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. മനുഷ്യനാണ്. ഇതെല്ലാം ഉണ്ടാവും അല്ലേ? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ തെറ്റ്. ക്ലിയർ ആയല്ലോ? നമ്പർ 2, ചെറിയ കാര്യങ്ങൾ പോലും വലിയ വേദനകളാക്കി മാറ്റുന്നു. ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു മറുപടി ഇല്ലായ്മ, കഴിഞ്ഞു. പിന്നെ മറുപടി തരാത്തവരല്ലോ, അവർക്കല്ല കുറ്റം കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു കാര്യം ഒരു പോകുന്ന വഴിക്ക് ഒരാള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, നിങ്ങൾ അവരോടല്ല സങ്കടപ്പെടുന്നത്, അവരോടല്ല ദേഷ്യപ്പെടുന്നത്, അവനവരോട് തന്നെയാണ്. കണ്ടോ, അവൻ എന്നെ അങ്ങനെ ചെയ്തു, ഞാൻ കൊള്ളില്ല, എന്നെ പരിഗണിച്ചില്ല. ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ കണ്ടോ, എന്നോടൊരു പരിഗണനയില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. ആ മനുഷ്യൻ ചിലപ്പോൾ ഏതോ ലോകത്ത് നടക്കുകയായിരിക്കും. പക്ഷെ ഭർത്താവിനല്ലേ, നിങ്ങളെ ഭർത്താവിന് മെസ്സേജ് അയച്ചിട്ട് ഫോൺ പിടിച്ചു നോക്കുന്നു, സീനോ നോട്ട് സീനോ, അല്ലെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു, കണ്ടിട്ട് എന്തേ മറുപടി അയക്കാതെ? എന്നിട്ട് പറയും എന്നെ ഇഷ്ടമല്ല, എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നോർത്തിട്ട് രാത്രി ഉറങ്ങില്ല, ഭക്ഷണം കഴിക്കില്ല. ഇല്ലേ, ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണോ അല്ലേ എന്ന് എല്ലാവരും പറഞ്ഞു നോക്കിയേ. ആസ് എ റൈറ്റ് ഓർ നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ? ഒരു ഫോൺ ചെയ്ത് വിളിച്ച് ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്തത്, എനിക്ക് ഇത്രേ പരിഗണനയുള്ളൂ, എന്നെ ഇത്രയേ ഉള്ളൂ. ഇതോർത്ത് രാത്രി ഉറങ്ങാതെ നടക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു? ചെറിയ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്? ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, വിജയിച്ചവരെല്ലാവരും
ഇമോഷണലി സെലക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ആര് പ്രതികരിച്ചു, ആര് പ്രതികരിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്തു പോയവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെ കിടക്കും, വളരെ കൃത്യമായി അവിടെ കിടക്കും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. കാരണം ലോകത്തിന് അങ്ങനെ പറ്റുകയില്ല. നമ്മൾ എല്ലാത്തിനും റിയാക്ഷൻ കാണിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പല ക്ലാസ്സുകളിൽ ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഇമോഷണലി റിയാക്ഷൻ ചെയ്യാനേ പാടില്ല. പാടുണ്ട്, എവിടെയാണെന്നോ, സെലക്റ്റീവായ സ്ഥലത്ത് മാത്രം. ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, മരണ വീട്ടിന്റെ ആ ഒരു സാമൂഹിക അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഉരുപ്പെടും. ഏതോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലയിട്ട് തരുന്നതുകൊണ്ട് എന്താ കാര്യമുള്ള ഒരു മാറ്റമുണ്ടോ? എത്ര പേരുണ്ട്? ആരോ എവിടെയോ ഒരാൾ മരിച്ചാലും അവിടെ എത്തുമ്പോൾ തലയിട്ടടിച്ച്, ഇതൊക്കെ നമ്മുടെ ആവശ്യമാണോ അല്ല, ആവശ്യത്തിന്റെ കഥയല്ല, അതിനകത്ത് ചേരണ്ടെന്നല്ല. ആ ഇമോഷണൽ സെലക്റ്റീവ് ആവാതിരിക്കുന്നത് ലോകത്തിലെ മറ്റുള്ളവരോട് ഓരോ കാര്യങ്ങൾ. ഒരു ഫ്രണ്ടിന് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാൾ അത്ര വലിയ അടുത്ത ഫ്രണ്ടൊന്നും അല്ല, ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ആ കുട്ടി ഇരുന്ന് എൻ്റെ അടുത്ത് നോക്കിയതാണ്. ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, ഓഫീസിൽ ഒരു മെസ്സേജ് ആണ് അയച്ചത്, മറ്റൊരു ആൾക്ക് ഒരു ഒഫീഷ്യൽ മെസ്സേജ് അയച്ചു. ഒരു 10 പ്രാവശ്യം ആ കുട്ടി ഫോൺ എടുത്ത് നോക്കി. അല്ല, കണ്ടോ കണ്ടില്ലേ എന്തേ മറുപടി അയക്കാതെ, ഞാൻ ബാക്കി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഇത് ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോണില്ല. ഇത്രയും പറഞ്ഞു. മറ്റു കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വേദന എടുക്കേണ്ട ആവശ്യമുണ്ടോ? തിരിച്ചറിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾ ഇമോഷണൽ ആവും. അതുകൊണ്ട് ഇപ്പോഴില്ല, അത് തന്നെയാണ് ഇതിന് മാറ്റമുണ്ടായത്. നമ്മുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം മാറ്റം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാൻ ഇതേ മാറ്റങ്ങളെയാണ് എപ്പോഴും നിങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. എമോഷൻ നമുക്ക് ആവശ്യമാണ്. എന്തിനാണ്? സെലക്റ്റീവായ സ്ഥലത്ത് മാത്രം, എല്ലായിടത്തും എപ്പോഴും പ്രകടിപ്പിക്കേണ്ടതല്ല. അങ്ങനെ ചെയ്തിട്ട് അവർ കേൾക്കുന്നവർക്ക് നമ്മളുടെ വില കുറയുകയുള്ളൂ, കൂടുകയില്ല. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ്? ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ എനർജിയെ സ്പെൻഡ് ചെയ്യുന്നു. നേരത്തെ ക്ലാസ് പറഞ്ഞ പോലെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, തെറ്റാണ്. നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിന്റെ വഴികെ പോകുന്നു. നമ്മളപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾക്കാണെങ്കിലോ ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ അകന്നു പോകും. വൈ ഡു യു കെയർ അബൌട്ട് ദം? ആ മറ്റുള്ളവരെ പറ്റി എന്തിനാണ് കെയർ ചെയ്തിരിക്കണേ? എന്റെ അച്ഛൻ എന്റെ ചേട്ടൻ വിളിച്ചില്ല, എന്റെ പെങ്ങൾ വിളിച്ചില്ല, എന്റെ ആങ്ങളെ വിളിച്ചില്ല, എന്റെ ഭർത്താവ് വിളിച്ചില്ല. ഭർത്താവൊക്കെ വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞു കേട്ടോ, അവർക്ക് വേണം. പക്ഷെ അതിൽ തന്നെ പിടിച്ചിരുന്നാൽ നമ്മുടെ പരിപാടി എങ്ങനെ മുമ്പോട്ട് പോകും? ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് എനർജി കൊടുക്കരുത്. നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് എനർജി കൊടുക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, മറ്റുള്ള അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ടല്ല, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് മൂല്യമില്ല. പിന്നെ അവർ പറയുന്ന വാക്കെന്താ അറിയോ? ഇവരൊന്നിനും കൊള്ളത്തില്ല കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ? വീട്ടിൽ നിന്ന് എത്ര തവണ കേട്ടിട്ടുണ്ട് നിങ്ങൾ? വീട്ടിൽ നിന്ന് എത്ര തവണ പരസ്പരം കേട്ടിട്ടുണ്ട്? ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. ഒന്നിനും കൊള്ളാത്ത ആളാണോ നിങ്ങൾ? ഒന്നിനും കൊള്ളാത്ത ആളാണ് നിങ്ങൾ സ്വയം തീരുമാനിച്ച് ഈ പരിപാടികൾ ചെയ്തു വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിനും കൊള്ളാതെ ആയിപ്പോയത്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ആളല്ലായിരുന്നു. ഞാൻ അല്ല എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചപ്പോ മാറ്റം അങ്ങനെ ആയിപ്പോയി. സെൽഫ് വർത്ത് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇപ്പൊ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി ക്ലാസ് വന്ന പല ആൾക്കാരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാർ, വർഷങ്ങളായിട്ട്, തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 45 വർഷമായിട്ട് വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഭർത്താവ് കൊണ്ടുപോയാൽ, മുമ്പേ കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവ് കൊണ്ടുപോയാൽ പോയി, ഇല്ലെങ്കില്ല. അത് കഴിഞ്ഞപ്പോ മകൻ വണ്ടി ഓടിക്കാൻ നിൽക്കും, മകൻ കൊണ്ടുപോയാൽ മാത്രമായി. ക്ലാസ്സിൽ വന്നതിന് ശേഷം അവർക്ക് അവരെ വില മനസ്സിലായി. ഇന്ന് സുഖമായിട്ട് കാർ ഓടിച്ചു പോകുന്നുണ്ട്. എത്രയോ ആൾക്കാർ, 4-5 ആൾക്കാരെ കണ്ടു. സ്വന്തമായി കാർ വാങ്ങിച്ചു, കാർ ഓടിച്ചു പോകുന്നുണ്ട്. മറ്റാരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് എന്റെ വില മനസ്സിലായി. സെൽഫ് വർത്ത് അത്രയും ഉണ്ടാക്കണം. മനസ്സെപ്പോഴും ഓവർ തിങ്കിങ് ലൂപ്പിൽ പെടാതെ കണ്ട്. ഓവർ തിങ്കിങ് ഒക്കെ എന്തിനാണ്? നമുക്ക് ആവശ്യമുള്ള കാര്യം ചിന്തിക്കാൻ തുടങ്ങി പിന്നെ ഓവർ തിങ്കിങ്ങിന് എവിടെയാ സ്പേസ് ഉള്ളത്? നമുക്ക് ആവശ്യമുള്ള എത്ര കാര്യങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കാൻ. ഇല്ലാതൊന്നുമില്ലല്ലോ, 100 കാര്യങ്ങളുണ്ട്. അതിനാണല്ലോ നമ്മുടെ ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ കയറുക, അതിന് പഠിക്കുക, പുസ്തകം എടുത്ത് വായിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മനസ്സിന്റെ ഒരു നിയമമുണ്ട്. മൈൻഡ് ലോ എന്ന് പറയുന്ന സാധനമുണ്ട്. എനർജി എവിടേക്കാണോ പോകുന്നത് അവിടെ അറ്റൻഷൻ ഉണ്ടാകും.
അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കുന്നിടത്ത് അതിന്റെ റിസൾട്ടും ഉണ്ടാവും. എനർജി ഫ്ലോ ഓൾവേസ് വേർ ദ അറ്റൻഷൻ ഗോസ്. അപ്പൊ നല്ല ചിന്തകൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നല്ല ചിന്തകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ചിന്തകൾക്ക് വേണ്ടിയുള്ള എനർജി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് എന്റെ മൈൻഡ് ഇതിനെ ഷിഫ്റ്റ് ചെയ്യണം. ദർ ഈസ് എ പോസിബിൾ. എന്തിലേക്ക്? നമുക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ശ്രദ്ധ കൊടുക്കുന്നത് പ്രശ്നത്തിലേക്കാണെങ്കിൽ പ്രശ്നം ഓട്ടോമാറ്റിക് വലുതാകും. ശ്രദ്ധ കൊടുക്കുന്നത് പരിഹാരത്തിലേക്കാണെങ്കിൽ ജീവിതം ഓട്ടോമാറ്റിക് പരിഹാരത്തിൽ എത്തിപ്പെടും. ഇതിൽ വേറെ പ്രക്രിയകളൊന്നുമില്ല, അത്ഭുതം മാന്ത്രികമൊന്നും ഇല്ല. നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത് പ്രശ്നത്തിലേക്കാണ്. പ്രശ്നം തന്നെയാണ്. പരിഹാരത്തിലേക്കാണെങ്കിൽ പരിഹാരം തന്നെയാണ്. അവിടെ ഒന്നുമില്ല. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ പരിഹാരത്തെ പറ്റി ചിന്തിച്ചാൽ മതി. ഞാൻ ഉദാഹരണം പറയാൻ നിന്നാൽ കുറച്ച് സമയം കൂടി എടുക്കുന്നതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ ഞാൻ ഒരു ദിവസം പറയാം. എന്റെ ജീവിതത്തിൽ ഇന്നലെ നടന്നൊരു ഉദാഹരണം പറയാം. വളരെ രസമുള്ളൊരു കാര്യമായിരുന്നു ഇന്നലെ. വളരെ രസമുള്ള കാര്യമാണ്. ഞാൻ കുറെ ലേറ്റ് ആയിട്ടാണ് ഇന്നലെ വന്ന് പറഞ്ഞു പോകാം. ഈ പ്രശ്നവും പരിഹാരവും പറഞ്ഞപ്പോൾ പ്രശ്നം കുറെ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പൊ പാർക്കിംഗ് കിട്ടാത്ത ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ മറ്റൊരാൾ വന്നിട്ട് രണ്ടുപേരും ഒരേ പാർക്കിംഗ് കിട്ടാൻ വലിയ പ്രശ്നമാണ്. രണ്ടുപേരും ഒരേ പാർക്കിങ്ങിലേക്ക് വന്നു. ഞാൻ പാർക്കിങ്ങിലേക്ക് കുറച്ചങ്ങ് വണ്ടി കയറ്റി. ഇവർ ഒച്ചപ്പാടുണ്ടാക്കുന്നു. ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട്, നീ ആദ്യം കേട്ടിട്ടുണ്ട്. കുറെ. അപ്പൊ ഞാൻ അവിടെ മിണ്ടാതിരുന്നു. ഞാൻ വണ്ടി പകുതി വെച്ചു. എന്തായാലും എനിക്കെന്ന് കയറാൻ പറ്റും. ഇവനൊന്നും വിട്ടാലും കയറാൻ പറ്റുന്ന കുറച്ച് കയറ്റി വെച്ചോളൂ. ഇവൻ ഒച്ചപ്പാട് തുടങ്ങി, ബഹളം തുടങ്ങി, ഒക്കെ തുടങ്ങി. ഞാൻ അവിടെ മിണ്ടാതെ വണ്ടി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ആൾക്കാരൊക്കെ കൂടി, എല്ലാവരും കൂടിയിട്ട് പറഞ്ഞല്ല, അത് അയാൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഓൾറെഡി വണ്ടി കയറ്റി വെച്ചിരിക്കുകയാണ്, ഇനി നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. അപ്പൊ ഞാൻ പോയിട്ട് റിവേഴ്സ് എടുത്ത് വെക്കുകയാണ്. ഇവൻ ഫ്രണ്ട് വന്ന് കയറ്റാന്ന്. അപ്പൊ രണ്ടുപേരും തമ്മിലൊരു കൊളാപ്സ് വന്നു. റിവേഴ്സ് വെക്കണം, ഒച്ചപ്പാടും ബഹളവും ഒക്കെ അവര് തമ്മിലായി. അതെങ്ങനെ വന്ന് നീ പോലീസിനെ പോലീസിനെയൊക്കെ വിളിച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ വിടുന്നു. എനിക്കറിയായിരുന്നു പോലീസ് വന്ന് ഞാൻ പാർക്ക് ചെയ്യും, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. എനിക്കത്രേ ഉള്ളൂ. കാരണം എന്റെ വശം വളരെ കറക്റ്റാണ്, ഒന്നും ചെയ്യാനില്ല. ഞാൻ മിണ്ടാതെ വിടുന്നു, ഒരു അക്ഷരം ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് അയാൾ റിക്വസ്റ്റ് ചെയ്യണല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ വിഷയം ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് വേറെ പാർക്കിംഗ് നമുക്ക് സംഘടിപ്പിക്കാം. ഞാനിപ്പോ കയറ്റിയല്ലോ, ഞാൻ വെക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് പാർക്കിംഗ് ഉണ്ട്. അത് രക്ഷയില്ല, എന്ത് പറഞ്ഞാലും വിടില്ല. ഞാൻ മിണ്ടാതെ വണ്ടിയിൽ ഇരുന്ന് കുറേ നേരം ഇരുന്നു. പോലീസ് വന്നു. പോലീസൊക്കെ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കയറ്റി വെച്ചു. എനിക്ക് പറയാൻ സ്പേസ് ഇല്ല, ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. എല്ലാവരും കൂടിയിരുന്നവരൊക്കെ പോലീസോട് പറഞ്ഞു, ഇല്ലല്ല എങ്ങനെയല്ല, ഇവൻ കയറിയിട്ടാ പ്രശ്നമാക്കി, ഞങ്ങളൊന്നും ഇല്ല. ഇയാളൊന്നും മിണ്ടിയിട്ടില്ല, മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. അവസാനം രസം എന്നോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രണ്ട് പോയിട്ട് റിവേഴ്സ് എടുത്ത് ഇങ്ങനെ പാർക്ക് ചെയ്യാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അയാള് വന്നിട്ട് ബ്ലോക്ക് ചെയ്തു. പോലീസ് പറഞ്ഞു, അയാളോട് ചോദിച്ചു, നിന്റെ പേരിൽ ഇപ്പോ ഫൈൻ എഴുതട്ടെ, നീയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല സാറേ, ഞാനല്ല പ്രശ്നം, ഒന്നുമില്ല, ഫൈൻ എഴുതി കൊടുക്കുന്നു. ഫൈനൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി നിന്നു. അയാളുടെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി. ഫൈൻ. ഞാൻ റിക്വസ്റ്റ് ചെയ്തു, സാറേ ഫൈനൊന്നും കൊടുക്കണ്ട, കുറെ സമയമായിട്ടുള്ള ആൾ പാവാണ്, അയാൾ ടെൻഷൻ അടിച്ച് വന്നതായിരിക്കും, അതുകൊണ്ടാണ് ഫൈനൊന്നും കൊടുക്കണ്ട, ഞാൻ പാർക്ക് ചെയ്യാൻ വന്നത്. അപ്പൊ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, പാർക്കിംഗ് ഞാൻ തരാം, ഞാൻ വണ്ടി എടുക്കുകയാണ്, എന്നിട്ട് ഇവനെ കൂട്ടിയിട്ട് പോകാൻ. പോലീസ് പറഞ്ഞു കോംപ്രമൈസ് ആക്കി, വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ പ്രശ്നത്തിലേക്കാണ് ശ്രദ്ധിച്ചതെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആവും, അടിപിടിയാവും, ഒക്കെയാണ്. ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഒരാൾ ആടെ കൂടിയിരുന്ന ഒരാൾ പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല. ഒരാളും എന്നെ ഒരു ഇതും പറഞ്ഞില്ല. എല്ലാവരും എന്റെ സൈഡിൽ, ഞാൻ സംസാരിക്കുന്നതിന് പകരം മറ്റുള്ളവരാ സംസാരിച്ചത്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ എനർജി എവിടേക്കാണ് പോകുന്നത്. എനിക്ക് ഒറ്റ എനർജി മാത്രമേ ഉണ്ടായി, ഞാൻ പാർക്ക് ചെയ്യും, വീട്ടിൽ പോയി കിടന്നുറങ്ങും. അത്രയേ ഉള്ളൂ എന്റെ ഉത്തരം. വേറെ ഒന്നിനെ പറ്റി ഞാൻ ആലോചിച്ചില്ല. അയാൾ എന്ത് പറഞ്ഞു എന്നോ ഏത് പറഞ്ഞു എനിക്ക് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാൻ അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞതല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒന്നിനെ പറ്റി ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞ അത്രയും കൃത്യമായിരിക്കണം നമ്മുടെ എനർജി കൊടുക്കുന്നത്. നമുക്ക് ആവശ്യം എന്താണ്? എനിക്ക് പാർക്ക് ചെയ്യണം, പോയി കിടന്നുറങ്ങണം. നമ്മുടെ ആവശ്യം അത്രയേ ഉള്ളൂ. അത് വളരെ കൃത്യമായിട്ട്. ഓക്കെ, പോവും. മൂന്നാമത്തെ തെറ്റ് ഞാൻ ഇവിടെ സന്ദർഭവശാൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. മൂന്നാമത്തെ തെറ്റ്, ഏറ്റവും വലിയ തെറ്റ് നമ്മൾ നടത്തുന്നത്, നമുക്ക് എല്ലാവർക്കും ലക്ഷ്യമുണ്ട് അല്ലെ? എല്ലാവർക്കും ലക്ഷ്യമുണ്ട്, പക്ഷെ ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ തെറ്റാണ്. ഗോൾ ഉണ്ടെന്ന് കരുതുന്നു, പക്ഷെ ഡയറക്ഷൻ ഇല്ലാതെ ജീവിക്കുന്നു. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റീവായി എടുക്കാൻ പറ്റുന്നൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, കുറച്ച് ടഫായ കാര്യം, ചിലർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പലതും. എല്ലാവർക്കും ഗോൾ ഉണ്ട്, ഡയറക്ഷൻ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് പറഞ്ഞേ, നോ എസ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഗോൾ ഉണ്ട്, ഡയറക്ഷൻ ഇല്ല എന്ന് പറയുന്ന എത്ര പേരിവിടെ ഉണ്ട്? ആരും ഇതിന് മറുപടി പറയില്ല. കാരണം എന്താ? എല്ലാവരും അതുകൊണ്ടാണ് പറഞ്ഞേ, ഗോൾ ഉണ്ടെന്ന് കരുതി ഡയറക്ഷൻ ഇല്ലാതെ ജീവിക്കുന്നു എന്നത് അംഗീകരിക്കാൻ അത്ര എളുപ്പമല്ല. നേരത്തെ അതുകൊണ്ട് മുൻകൂട്ടി ഞാൻ പറഞ്ഞു, ചില സത്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കില്ല.
ഗോൾ ഉണ്ടെന്ന് കരുതി അംഗീകരിക്കില്ല. പലരും പറയുന്നു എനിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, അതിനുവേണ്ടി ദിവസം അഫർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, വലിയ വലിയ ലക്ഷ്യങ്ങളെ പറ്റി പറയുന്നു. പക്ഷെ ലക്ഷ്യങ്ങൾ ഏറ്റവും പരമപ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ഈ ലക്ഷ്യം എപ്പോഴാണ് നേടുക എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാവില്ല. എങ്ങനെ നേടും? അതിന് ഉത്തരം ഉണ്ടാവില്ല, അല്ലെ? അടുത്ത 24 മണിക്കൂറിൽ നിങ്ങൾ എന്താ ആക്ഷൻ എടുക്കാൻ പോകുന്നത് അതറിയില്ല. 3 കാര്യങ്ങൾക്കും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ലക്ഷ്യമുണ്ട്, എങ്ങനെയാണ് എത്തുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് എത്തുന്നത് ചോദിച്ചാൽ അറിയില്ല, എങ്ങനെയാണ് എത്തുന്നത് ചോദിച്ചാൽ അറിയില്ല, 24 മണിക്കൂറിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, എന്ത് ആക്ഷൻ എടുത്തു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇങ്ങനെ നാളെ ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുള്ളവന് ഈ വിഷയങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകും. നമ്മൾ ഈ പറഞ്ഞു നിൽക്കുന്നത് സൈലൻസ് ആണ് ഉത്തരം എന്ന് എനിക്കറിയാം. ഈ 3 കാര്യങ്ങൾ ചോദിച്ചു എപ്പോഴാണ് ഡ്രീം ആവുക, നിങ്ങൾ ഡ്രീം അച്ചീവ് ആവുക, ഗോൾ അച്ചീവ് ആവുക അറിയില്ല, എങ്ങനെ അച്ചീവ് ആവും അതിനെപ്പറ്റിയും അറിയില്ല, എന്ത് ആക്ഷൻ എടുത്തു അതിനെപ്പറ്റിയും ഒന്നും പറയാനില്ല. സൈലൻസ് അല്ലേ, എല്ലാവർക്കും സൈലന്റ് ആണല്ലോ മറുപടി. അപ്പൊ ഡ്രീം ഉണ്ടാവുക എന്നത് അല്ല പ്രാധാന്യം, അതിനു വേണ്ടി മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. ഡ്രീം ആർക്കും ഉണ്ടാക്കും, ഒരു വിഷയമില്ല, അല്ലേ? പക്ഷെ അതിനെ പ്രാവർത്തികമാക്കുക, അതിനുവേണ്ടി നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്ഷൻ എടുക്കണം. ഡയറക്ഷൻ ക്ലിയർ ആക്കുക, എങ്ങനെ അത് നേടാൻ പറ്റും എന്നതിന്റെ ഡയറക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമാണ്, പക്ഷെ ചെയ്യില്ല. ഇതിന് നമ്മുടെ അകത്തെ ഇന്നർ ബിലീഫ് സിസ്റ്റത്തെ റീസെറ്റ് ചെയ്യുക തന്നെ വേണം, അല്ലാത്തടത്തോളം ഇല്ല, നടക്കില്ല. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളിങ്ങനെ തേടി നടക്കും. ഇവിടെ വന്നവരോടുണ്ട്. ഇന്ന് ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചാണ്, വലിയ വലിയ ലക്ഷ്യങ്ങളുമായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു ഇന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, കുറച്ച് ദിവസം കഴിയുമ്പോ പോയി കണ്ണടച്ചിരിക്കാൻ. കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ പുതിയ കോൺട്രവേഴ്സിയിലും കേട്ടിട്ടുണ്ടാവല്ലോ, പോലീസ് കേസും കാര്യങ്ങളൊക്കെ കേട്ടു. ഇവിടുന്ന് പോയ കുറെ ആൾക്കാർ ഇവിടെ ഞാൻ പോകുമ്പോൾ പോകുന്നവർ, ഞാൻ പിന്നെ അവരോട് പറഞ്ഞിട്ടില്ല, ഇവരൊക്കെ പോയി. എവിടെ നിന്നറിയോ? ഞാനിവിടെ 2000 രൂപ 1000 രൂപ 150,000 രൂപ കൊടുത്തിട്ട് അടുത്ത 6 മാസം കൊണ്ട് കണ്ണടച്ചിരിക്കൂ, നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു, നിങ്ങളിലെല്ലാം മാറ്റുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു. ആൾ ദൈവങ്ങളെ കാലഘട്ടത്തിലേക്ക് ചാടിപ്പോകുന്ന ആൾക്കാർ, ആൾ ദൈവങ്ങൾ എല്ലാം ശരിയാക്കി തരും. അവനെ ഞാൻ പേരുന്നൂടെ ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ശ്രദ്ധിക്കുക. പോയ ആൾക്കാരുണ്ട്, അവരോടാണ് പറയുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇന്നർ ബിലീഫ് സിസ്റ്റത്തെ, നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുക മാത്രമേ പോയുള്ളൂ, വേറെ ഒരു പോംവഴിയും ലോകത്തില്ല. നിങ്ങൾ എന്തിന് ദൈവത്തിൽ വിശ്വസിക്കുന്നു വെച്ചാൽ വേറെ ഒന്നിനുമില്ല, മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ദൈവവിശ്വാസം, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അതിനകത്ത്. ഏതൊന്നിനും യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് കോഴ്സുകൾ കയറി പോവും, ഇവിടെ പോവും, അവിടെ പോവും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവും, ഒന്നും വർക്കാവില്ല. നിങ്ങൾ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഒരു 1000 രൂപയുടെ ഒരു കോഴ്സ് എടുത്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ ഒരു പുസ്തകം മതി, മനസ്സൊരു വിസ്മയം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം നോക്കിയാൽ മതി നിങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കോഴ്സുകൾക്കൊന്നും പോകണ്ട, അതിലൂടെ പ്രാക്ടീസ് ചെയ്താൽ ഒരുപാട് വീഡിയോസ് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾ കണ്ടതിനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് മോട്ടിവേഷൻ, ഇപ്പൊ ദിനേശ് മുഖത്തിന് മോട്ടിവേഷൻ, ഇതിനു മുമ്പ് വേറൊരാളെ മോട്ടിവേഷൻ, മറ്റൊന്ന് വേറൊരാളെ മോട്ടിവേഷൻ, ഇങ്ങനെ മോട്ടിവേഷനിൽ കയറി അവസാനം ഇവിടെ മോട്ടിവേഷൻ ആവാത്തിടത്തോളം കാലം ഒരു മോട്ടിവേഷനും വർക്ക് ചെയ്യില്ല. ഞാൻ നേരത്തെ പെയ്ഡ് ക്ലാസ്സിൽ പറഞ്ഞാണ്, എനിക്കിവിടെ നൽകാൻ പറ്റുന്നത് എന്താണ്? ഞാൻ മാറുക എന്നത് മാത്രമാണ്. ആ മാറ്റത്തെ നിങ്ങൾ കാണിച്ചു തരിക, നിങ്ങൾ അത് കണ്ടിട്ട് ഓട്ടോമാറ്റിക് മാറുക. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ, ഓരോരുത്തരും മാറ്റം ഉണ്ടാവണമെങ്കിൽ അവനവന്റെ മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുക്കുക മാത്രമാണ് പോംവഴി, മറ്റതൊന്നുമില്ല. ഇപ്പൊ നേരത്തെ പോലെ ശിവഗിരി വരെ യാത്ര ചെയ്തെങ്കിൽ, 3 കിലോമീറ്റർ ഒറ്റ കാലത്തിന് ശേഷം നടക്കാൻ പറ്റിയെങ്കിൽ അത് സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ്, സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. 88 വയസ്സായ അമ്മയ്ക്ക് ശബരിമല കയറാൻ സാധിച്ചെങ്കിൽ ആ അമ്മയുടെ മനസ്സിന്റെ കരുത്താണത്. അമ്മ ഭഗവാനിൽ അവിടെ അർപ്പിച്ച ആ അർപ്പണ മനോഭാവത്തിന്റെ കരുത്താണ്. ആ മനോഭാവത്തെ, അതാണ് ലക്ഷ്യമുണ്ടായി കഴിഞ്ഞാൽ ശബരിമല കയറുക എന്ന് പറയുന്നത് അവർ ലക്ഷ്യമായിരുന്നു. അതേ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ മനസ്സതിനനുസരിച്ച് തയ്യാറാവുകയും ചെയ്യും, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയി പോവുക തന്നെ ചെയ്യും. ഇപ്പൊ എന്റെ മോട്ടിവേഷനാണ് നിങ്ങൾക്ക് ഓരോ ദിവസം ക്ലാസ് എടുക്കുക. എന്തിനാണെന്നറിയോ? ഈ ക്ലാസ് എടുക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നു, ഞാൻ പറയുന്നു,
എന്നെ പാകപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത പുസ്തകത്തിനെ പറ്റി ഞാൻ ആലോചിക്കും, അടുത്ത കാര്യത്തെ ആലോചിക്കും, എന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമായി മാറുന്നു മാത്രമാണ്. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു. നിങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു, എൻ്റെ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നു എന്നതാണ് എൻ്റെ പ്രചോദനം. ഞാൻ അതിനു വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു, എനിക്ക് മാറ്റം ഉണ്ടാകുന്നു എന്ന് റിസൾട്ട്. അപ്പൊ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒരുപാട് വീഡിയോസും ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നർ ആയിട്ടുള്ള നിങ്ങളുടെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ മാറ്റാൻ സാധിക്കാത്തടത്തോളം കാലം. കാരണം മൈൻഡ് ഈസ് ഓൾവേസ് ബി ട്യൂൺഡ്. നമ്മുടെ മനസ്സ് എപ്പോഴും ട്യൂൺ ചെയ്ത് വെക്കുക തന്നെ വേണം. എവിടേക്ക്? ഏത് റേഡിയോയിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ആ റേഡിയോയിലേക്ക് ആ സ്റ്റേഷനിലേക്ക് ആ റേഡിയോസ് കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് വെക്കണം. അതിന്റെ സാധ്യതകളെ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. ഒക്കെ ചെയ്താൽ മാത്രമേ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ഞാൻ ബിസിനസ് തുടങ്ങുന്നു, അഫർമേഷൻ എഴുതുകയാണ്, ഞാൻ നല്ല ബിസിനസിന്റെ ഉടമയാണ്. നോ, ഇറ്റ് വിൽ ഡസന്റ് വർക്ക്. ആക്ഷൻ എടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പണിയുണ്ട്. രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് വരെ നമ്മൾ നിർത്താതെ പോകാനുള്ള ഇന്ധനം തരുന്നതായിരിക്കണം അത്. അതിന് മനസ്സിനെ പാകപ്പെടുത്തിയില്ല. എനിക്ക് ലക്ഷ്യം കാണാൻ പറ്റും, ഞാൻ ഇന്ന ലക്ഷ്യത്തേക്ക് എത്തും എന്ന് മനസ്സിനെ പാകപ്പെടുത്തി വെക്കണം. ഇത് പുതിയതായിട്ട് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ഒരു ടെക്നിക്കൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് മൈൻഡ് റീട്യൂണിങ്. നമ്മളിലുള്ള കുറെ തെറ്റായ ബിലീഫ് സിസ്റ്റത്തെ റിമൂവ് ചെയ്യണം. ഞാനിപ്പോ ഈ 3 കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉള്ളതാണ്. ഇത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായാലോ? ഇങ്ങനെ കുറെ കിടക്കുണ്ടാവും. ഈ തെറ്റായ ബിലീഫ് സിസ്റ്റത്തെ മുഴുവൻ റിമൂവ് ചെയ്യണം. അതായത് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. നമ്മുടെ ഇമോഷനെ ആക്ഷനിലേക്ക് മാറ്റണം. ഒരു കസ്റ്റമർ നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ കരയുന്ന അവസ്ഥയിലുള്ള ബിസിനസ്സുകാരന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും? ഒരു ക്ലയന്റ് നഷ്ടപ്പെട്ടാൽ കരയുന്ന ഒരു LIC ഏജന്റിന്റെ അവസ്ഥ എന്തായിരിക്കും നോക്കിയേ. അല്ലെ? പലരും ഇല്ലേ? ഒരു കസ്റ്റമർ തരാം സാറേ തരാം എന്നിട്ട് അവസാന നിമിഷം അയാളെ പറ്റിച്ചു സാറേ, തന്നില്ല. നടക്കൂല. അടുത്തയാള്. അങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നിങ്ങൾ 300-500 ആൾക്കാർ എന്റെ ക്ലാസ് കണ്ടിട്ട് പെയ്ഡ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ ആരും വന്നില്ല. അതുകൊണ്ട് നടക്കുവോ? വല്ല കാര്യം നടക്കുവോ? ഒന്നും നടക്കൂല. ഞാൻ എന്റെ തന്നെ ഉദാഹരണം പറഞ്ഞ, നിങ്ങളിപ്പോ 10-150 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോ ഒരു കോഴ്സിനെ പറ്റി പറയാൻ പോകുമ്പോൾ നിങ്ങൾ എത്ര പേര് എന്റെ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കിയേ? എത്ര പേര് ജോയിൻ ചെയ്ത് നോക്കട്ടെ? വളരെ ഇത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്തു, നിങ്ങളെ മാറ്റാണ്, ഞാൻ കോഴ്സ് അനൗൺസ് ചെയ്യുന്നു, നോക്കട്ടെ എത്ര പേർക്ക് പേയ്മെന്റ് വരുന്നു. എന്റെ ഇമോഷൻ നടക്കും അവിടെ? ആ ഇമോഷൻ അങ്ങ് നടക്കൂല. എന്നെ പ്രചോദിപ്പിക്കുന്നത് അതല്ല. എന്റെ ആക്ഷനും ഇമോഷനും അലൈൻഡ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഇന്നർ റെസിസ്റ്റൻസ് ഡിസോൾവ് ചെയ്യണം. അകത്തുള്ള നമ്മുടെ പിടുത്തുണ്ടല്ലോ, നമ്മൾ പല കാര്യങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്തോ ആണല്ലേ, നമ്മളൊന്നും അല്ല. എന്താണ്? നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, എന്തിലും ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പറഞ്ഞു. ഇവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നു, ട്യൂൺ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ ലൈഫ്. നിങ്ങളുടെ മൈൻഡിനെ ട്യൂൺ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തെ മാസ്റ്റർ ആവാൻ പറ്റുക. വേറെ ഒരു പോംവഴിയില്ല. ഏറ്റവും ലളിതമായ പോംവഴിയാണ് പറഞ്ഞത്. അതിൽ നിന്ന് പിന്നെ പിടിച്ച് കയറിക്കോളും. ശബരിമലയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം മാല ഇടുക തന്നെ വേണം, വേറെ വഴികളൊന്നുമില്ല. അല്ലേ? പോണം എന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. ആക്ഷൻ എടുക്കുക തന്നെ വേണം. ആക്ഷനാണ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി മനസ്സിന് ശരിയാക്കണമെങ്കിൽ ആക്ഷൻ ഇത്രയേ ഉള്ളൂ. ട്യൂൺ യുവർ മൈൻഡ്. ഞാൻ പറഞ്ഞു ട്യൂൺ യുവർ മൈൻഡ് എന്റെ കോഴ്സിനെ പറ്റി മാത്രമല്ല കേട്ടോ, അതൊരു കോഴ്സിന്റെ പേരാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യൂ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധ്യമാവും. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കോഴ്സിനെ കൂടി നിങ്ങൾ കാര്യം പറയണം അല്ലേ? അല്ലെങ്കിൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും ദിനേശ് മൂങ്ങത്തിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്. അത് എടുക്കുക, പൈസ കൊടുത്തെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. പൈസ കൊടുത്തതിന്റെ വാല്യൂവിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് കാശ് തരാൻ വേണ്ടി മാത്രം കോഴ്സ് എടുക്കുകയാണെങ്കിൽ എടുക്കണ്ട, ഒരു ആവശ്യമില്ല. പൈസ കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ലൈഫ് മാറുന്ന കാണാം.
കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മാറ്റം വരുത്തണം. ഓവർ തിങ്കിങ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റപ്പെടുത്തണം. അപ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് ഈ മനസ്സിന്റെ കളികൾ, ഇതെങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്. ഏത് ബട്ടൺ പിടിച്ച് തിരിച്ചാൽ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അതിന് ചില പ്രാക്ടീസുകൾ തന്നെ ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത കോഴ്സാണ് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എത്ര പേർക്ക് വേണം ആ കോഴ്സ് എന്ന് പറഞ്ഞേ? ഒന്ന് കമന്റ് ചെയ്ത് എത്ര പേര് ജോയിൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞേ. ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് വളരെ സിമ്പിളും പക്ഷെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. എത്ര പേർക്ക് വേണം? ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. മൈൻഡ് ചേഞ്ച് ചെയ്യാൻ തയ്യാറായവർ മാത്രം എടുക്കുക. ഇങ്ങനെ തന്നെ 2026 25-നും 24 30 26-ലൊക്കെ 4-നും 23-നും സംഭവിച്ച പോലെ തന്നെ മതി. 2026 ആണെങ്കിൽ വേണ്ട. നിങ്ങൾ ഒരു കാരണവശാലും ജോയിൻ ചെയ്യണമെന്നില്ല. ജോയിൻ ചെയ്യേണ്ടവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ഞാൻ ഒരു ക്ലാസ്സിലും ഡയറക്റ്റ് ഞാൻ എൻ്റെ കോഴ്സുകൾ സെല്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 2026 സെല്ല് ചെയ്യണമെന്നാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങൾ സെല്ല് അല്ലേ 2024 വരെ വേണ്ടാന്ന് ഞാനല്ലേ പറഞ്ഞത്. 2024 വരെ ഞാൻ എങ്ങനെയായിരുന്നു, നിങ്ങൾ ആരും അങ്ങനെ വേണ്ടാന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് 2026 നമുക്കൊരു മാറ്റം പിടിക്കാം. ഇപ്പൊ ലൈവ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ട്യൂൺ യുവർ മൈൻഡ് സെറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പേര് മാത്രം പറഞ്ഞു. പൈസ ഒന്നും നിങ്ങൾ നോക്കണ്ട, അത് രണ്ടാമത് ഞാൻ പറയാം. എത്ര പേരുണ്ട് നോക്കട്ടെ, അതൊന്ന് ആദ്യം അറിയട്ടെ. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഡയറക്റ്റ് ഇത്രയും ആൾക്കാരിൽ എത്ര പേര് ജോയിൻ ചെയ്യാൻ റെഡിയാണെന്ന് നോക്കട്ടെ. പൈസയൊക്കെ നമുക്ക് തീരുമാനിക്കാം, പൈസ ആദ്യം പറയണില്ല. എത്ര ആയാലും നിങ്ങൾക്ക് അതിന് നഷ്ടമില്ലാത്തൊരു ഒരു ഡീൽ, അതിനകത്ത് നിങ്ങൾ പഠിച്ച ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ഞാൻ 100% പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. 100% ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ മണി ബാക്ക്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് മാറ്റം ഉണ്ടായില്ലെങ്കിൽ പൈസ നോട് തിരിച്ചു മേടിച്ചു. ഡബിൾ മേടിച്ചോണെങ്കിൽ ഡബിൾ തരുന്നതിനും കുഴപ്പമൊന്നുമില്ല. എത്ര പേരുണ്ട് നോക്കട്ടെ. ആര് പറട്ടെ. എത്ര ധൈര്യമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ നോക്കട്ടെ. യെസ്, ഇതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്താണ്, ഞാൻ കണ്ടില്ല കേട്ടോ. യെസ്, 3 ആൾക്കാർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ കരുതി എത്ര ആളിന്. യെസ്, ഫീസ് വളരെ ചെറിയ ഫീസേ ഉള്ളൂ. ഓക്കെ, എന്നിപ്പോ ഇത്രയും ആൾക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ ചോദിക്കാണ്, നിങ്ങൾക്ക് എത്ര ഫീസ് വേണം? വളർന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെയല്ല, അതിനേക്കാളും വലുതായിട്ടുണ്ടോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നോക്കട്ടെ. 2026 നിങ്ങളുടെ മൈൻഡ് സെറ്റ് എത്ര വളർന്നു എന്ന് ഞാൻ നോക്കട്ടെ. ആ പറയാനില്ല. നിങ്ങൾ മൈൻഡ് സെറ്റ് വളർത്തൂ. നമ്മൾ മണി ബോൾ വളർത്തണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ വലുത് പറയൂ. അത് ഞാനൊരു തീരുമാനിച്ചതേ പറയുള്ളൂ. പക്ഷെ നിങ്ങളുടെ മൈൻഡ് എത്ര വളർന്നു ഞാൻ നോക്കട്ടെ എന്ന്. എന്ത് പൈസയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പേടി? നിങ്ങൾക്ക് പറയുന്നത് എന്താ? പറയുന്നതൊക്കെ തരണമെന്നൊന്നുമില്ലല്ലോ. പറയുന്ന കാശൊന്നും ഇവിടെ തരണമെന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ പറയാൻ ധൈര്യം പേടി. 2026 555 രൂപ മൂക്കുപൊടി മേടിക്കാൻ കിട്ടൂല 555 രൂപയ്ക്ക്. എവിടെ? കാലം മാറി, 2026 വളർന്നില്ല. മൈൻഡ് സെറ്റ് വളർന്നില്ല. മണി ബോൾ വളർന്നില്ല. വളരണം. പോരാ, എന്റെ ക്ലാസ്സിന് ശക്തി പോരാന്ന് എനിക്ക് മനസ്സിലായി. വലിയ ചിന്താഗതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്നത്. നിങ്ങൾ പൈസ തരണ്ട, നിങ്ങൾ പറഞ്ഞോ. പറയുന്നത് എന്താ നിങ്ങൾക്ക് പേടി? പറയുന്നത് ചെറുത് പറഞ്ഞാൽ പിന്നെ പ്രവൃത്തി എത്രയായിരിക്കും? ചെറിയ വളർച്ചയുണ്ട്, പോരാ. ഈ വളർച്ച എന്നിട്ടാണ് ഈ വളർച്ച. ഈ പറഞ്ഞ പൈസയുള്ള ആൾക്കാർ എഴുതുന്ന അഫർമേഷൻ എന്താ അറിയോ? ഞാൻ കോടീശ്വരിയാണ്, ഞാൻ കോടീശ്വരിയാണ്, ഞാൻ എവിടെ കോടീശ്വരി പറയുന്ന കാര്യമാണോ ഇത്? ഇല്ല, ഞാൻ എന്റെ തീരുമാനത്തിലാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എത്ര ഓപ്പൺ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. നിങ്ങളുടെ മണി ബോൾ എത്ര ഓപ്പൺ ആയെന്ന് കാണിക്കാനുള്ള വേദിയാണിത്. ഇതിവിടെ പേ ചെയ്യണമെന്ന് ആരും കരുതരുത്. പേ ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മണി ബോളിന് എക്സ്പാൻഡ് ചെയ്യൂ. വളരെ കൃത്യമായി പറഞ്ഞാൽ മണി ബോളിന് എക്സ്പാൻഡ് ചെയ്യൂ. നിങ്ങൾ വലുതായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വലുതായി ചിന്തിക്കുക. വലുതായി വലുതായിട്ട് പറ്റില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. വലുതായി ചിന്തിക്കൂ. നിങ്ങൾ ചിന്തകൾ വലുതാവട്ടെ. എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ എന്നൊക്കെ പറയാൻ പറ്റില്ല? ഒന്ന് ആലോചിച്ചോക്കെ. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? നിങ്ങൾ കൊടുക്കണ്ടല്ലോ പോക്കറ്റിൽ നിന്ന്. പറയണ്ട മടി. അങ്ങനെയല്ലേ പറയണ്ടേ? 1 ലക്ഷം 1.5 ലക്ഷം 2. ഇത് ആലോചിച്ചോക്കെ. ദിനേശ് സാറിന്റെ ഒരു ക്ലാസിന്റെ ഫീസ് 1 ലക്ഷം രൂപ. എന്റെ ഡ്രീമാണ് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. ഇതൊക്കെ പോസിബിൾ അല്ലേ? ആർക്കാ പോസിബിൾ അല്ലാത്ത ഇവിടെ? എല്ലാവർക്കും പോസിബിൾ ആണ്. നിങ്ങൾ വലുതാക്കൂ, ചിന്തകളെ വലുതാക്കൂ. എന്നാൽ മാത്രമേ ഈ ക്ലാസ് ഞാൻ എടുത്തുകൊണ്ടെന്ന് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ, അവിടെ തന്നെ ഇരിക്കുന്നു. കോടീശ്വരന്മാരാണ് ദിവസവും അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് മൊത്തം ടൈപ്പ് ചെയ്ത് കേട്ടോ. കോടികളുടെ കണക്കുള്ളവര്. കോടിക്ക് എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? യെസ്, നല്ലൊരു ഒരു
കറക്റ്റ് ഞാൻ ചിന്തിക്കാത്തൊരു സംഖ്യ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല ആ കാര്യം. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതായിരിക്കും ഏറ്റവും ഉചിതമായത് ഈ 2026 ഏറ്റവും ഉചിതമായ ഒരു ഫീസ്? ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, മണി എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്ന സാധനം നിങ്ങൾ എത്ര കണ്ട് വലുതായി ചിന്തിക്കുന്നു അത്രയും വളർച്ച ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്റെ മനസ്സിലുള്ള പ്രൊജക്ടുകളൊക്കെ 1000 കോടിയുടെ മുകളിലുള്ളതാണ്. താഴെയുള്ള പ്രൊജക്ടുകൾ ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല. ചിന്തിക്കുക വെച്ചാൽ അത്രയും ചിന്തകൾക്ക് ഉയർത്താൻ പറ്റിയെന്നുള്ളത്. എനിക്ക് 1 കോടിനെ പറ്റി ചിന്തിച്ച് നടന്നുകൊണ്ട് മനുഷ്യനായിരുന്നു ഞാൻ. 1000 കോടിയും അതിനപ്പുറത്തുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോ 2-3 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അതിനപ്പുറത്തായിരിക്കും. ഇപ്പൊ എന്റെ കയ്യിലുള്ള പ്രൊജക്ട്, ഞാൻ ഉണ്ടാക്കി വെച്ച റെഡിയാക്കി വെച്ച പ്രൊജക്ട് 1156 കോടി രൂപയാണ് എന്റെ എസ്റ്റിമേഷൻ. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് വളരുള്ളൂ. നിങ്ങളത് വളർന്നേ പറ്റുള്ളൂ. നിങ്ങൾ എത്ര പേര് 50 കോടി രൂപയുടെ ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇവിടെ? ഒന്ന് ടൈപ്പ് ചെയ്തേ. 50 കോടി രൂപയുടെ ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇപ്പൊ പറയും 50 കോടി ലോട്ടറി ഇല്ലല്ലോ സാറേ എന്ന് പറയും അല്ലേ? 50 കോടി രൂപ ലോട്ടറി അടിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് 555 മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. എങ്ങനെ അടിക്കും? ഇതെങ്ങനെ വരും? എങ്ങനെയാണ് എനർജി കണക്ട് ചെയ്യുക? 50 കോടിയുടെ എനർജി നിങ്ങളുടെ 555 രൂപയുടെ എനർജി കൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് 50 കോടി രൂപയുടെ ഇത് കണക്ട് ചെയ്യുക? പോസിബിൾ അല്ല, പോസിബിളേ അല്ല. എനർജി സിസ്റ്റത്തിൽ ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വലുതായിട്ട് ചിന്തിക്കൽ, വലുതായിട്ട് നിങ്ങളുടെ ചിന്തകൾ വന്നാൽ മാത്രമാണ് എനർജി കണക്ട് ആവുക. ഇതിപ്പോ ഞാനിപ്പോ ലോട്ടറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾ 50 കോടി പറഞ്ഞപ്പോൾ എസ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ 50 കോടി രൂപ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് മറുപടി പറയും എന്നോട്? 50 കോടി രൂപ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്നവരോട് എത്ര പേരുണ്ട്? എന്ന് ടൈപ്പ് ചെയ്തേ. സമ്പാദ്യം 50 കോടി രൂപ. ഇതകത്ത് വേണം, ഇത് വരണം. യെസ് യെസ്, അങ്ങനെ വരട്ടെ. ഇതാണ് എനർജി ഫ്ലോ എന്ന്. ഇത് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യാം, സമയം ഇതാക്കുന്നില്ല, ക്ലാസ്സിൽ പോകണം. ഓക്കെ, യെസ് യെസ് യെസ്, 50 കോടി സമ്പാദ്യം വന്നു ഇപ്പൊ വന്നു. യെസ് യെസ് യെസ്. അപ്പൊ 50 കോടി വരട്ടെ, ഇനിയും വരട്ടെ. ഇനി നിങ്ങൾക്ക് ഒരു പണി തരാം, വരട്ടെ. യെസ് യെസ് യെസ്. ഇത്തവണ 15-ാം തീയതി ശേഷം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ക്ലാസ് വരുന്നുണ്ട്, ഈ പറഞ്ഞ എമൗണ്ടിനെ പറ്റി ആലോചിക്കുന്നവർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, മില്യനിയർ മൈൻഡ് സെറ്റ് ന്റെ ഒരു മെഡിറ്റേഷൻ, പവർഫുൾ മെഡിറ്റേഷൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബിസിനസ് ഗ്രൂപ്പിൽ ബിസിനസ് ആൾക്കാർക്ക് വേണ്ടി ചെയ്തിരുന്നു. മില്യനിയർ മൈൻഡ് സെറ്റ് മെഡിറ്റേഷൻ മാത്രമല്ല, ഒരു ടെക്നിക്കും അല്ല, ഇന്നർ മൈൻഡ് സെറ്റിന്റെ ഒരു മെഡിറ്റേഷൻ പ്ലാൻ ചെയ്യുന്ന, ഡെയിലി രാത്രി ഉറങ്ങുമ്പോൾ കേൾക്കേണ്ട ഒരു മെഡിറ്റേഷൻ ഞാൻ വളരെ പവർഫുൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഈ മൈൻഡ് സെറ്റ് വേണ്ടവർക്ക് അത് കൃത്യമായി വർക്കൗട്ട് ആവും. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്ന സമയത്തോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം, കുറച്ചും കൂടി ആൾക്കാർ വരട്ടെ എന്ന് എഴുതി നിൽക്കുകയാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം മില്യനർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ അല്ല, അത് കൃത്യമായി നമ്മൾ അകത്ത് അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യണം. അലൈൻഡ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ അറിയാതെ ആയിരിക്കും നമ്മളിൽ ആ സാധനം വരുന്നത്. നിങ്ങളത് പറഞ്ഞാൽ, ക്ലാസ്സിൽ നിന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫലിപ്പിക്കാൻ പറ്റുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ക്ലാസ് തന്നെ, ഒരു വലിയ കോഴ്സ് തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവാണ് അതിനകത്ത്. കാരണം മനസ്സിനെ ആ രീതിയിലേക്ക് പാകപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമുണ്ട്. മില്യനിയർ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ മനസ്സത് ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് നിങ്ങളോട് കാണുന്നുണ്ടാകും, അതിന്റെ മെഡിറ്റേഷനെ പറ്റി പോസ്റ്റർ കാണുന്നത്. ഞാൻ ഈ സമയത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല, ഞാൻ അതിന്റെ വീഡിയോ കൂടി ചെയ്തിടുന്നുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. നിങ്ങൾ എല്ലാവരും ആ മെഡിറ്റേഷൻ പർച്ചേസ് ചെയ്യുക. അത് നിങ്ങൾ ഡെയിലി ആപ്പിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. രാത്രി കിടക്കുമ്പോൾ ചെവിയിലിട്ട് കിടന്നാൽ മതി. ചിലപ്പോൾ അത് 3 മണിക്കൂർ, എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ ലെങ്ത്തുള്ള ഒരു ഇതായിരിക്കും, മെഡിറ്റേഷൻ ആയിരിക്കും. അത് അരമണിക്കൂർ ചെയ്താലും മതി, 2 മണിക്കൂർ ചെയ്താലും കുഴപ്പമില്ല, 3 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ചിലപ്പോൾ 3-4 മണിക്കൂർ ലെങ്ത് ആയിരിക്കും. കാരണം വെച്ചാൽ ആ ഉറക്കത്തിന്റെ ആ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ ഉറക്കത്തെ പോകുന്നത് വരെ കൊണ്ടുപോകാനുള്ള ഒരു മെഡിറ്റേഷൻ ആയിരിക്കും. അത് എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ കോഴ്സ് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിലുണ്ട്, നിങ്ങൾ ബാക്കി നിൽക്കുക. അപ്പൊ ഇന്ന് പറഞ്ഞത്, ജൂനിയർ മൈൻഡ് സെറ്റിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ നമ്പർ. ആക്ച്വലി നമ്മൾ അതിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പൈസ 2222 രൂപയാണ്. ഓൾറെഡി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പൈസ 2222 രൂപയാണ് ഇതുവരെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് നമ്മൾ. പക്ഷെ നിങ്ങൾ ഇത്രയും ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നല്, നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട് ചോദിച്ചപ്പോൾ ഇത് 2026 അല്ലേ, അതുകൊണ്ട് എത്ര പേര് റെഡിയാണ് ആ കോഴ്സിന് ജോയിൻ ചെയ്യാനൂടെ? ഇപ്പൊ ഓൺ ദ സ്പോട്ട് നോക്കട്ടെ, ഗൂഗിൾ പേ ആദ്യം അയക്കുന്നത്
എത്ര എമൗണ്ട് നിങ്ങൾ അയക്കും നോക്കട്ടെ. 2026 ആദ്യത്തെ കോഴ്സ് നിങ്ങൾക്ക് എത്ര രൂപക്കാ? 2222 രൂപക്ക് ഞാൻ കൊടുത്തോണ്ടിരുന്നത് 2026 മാജിക് നമ്പർ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരും. ഗൂഗിൾ പേ വരട്ടെ. താങ്ക് യു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട്. താങ്ക് യു.